എല്ലാവർക്കും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിന്റെ അടുത്തൊരു വീഡിയോട്ട് സ്വാഗതം. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് മൈൻഡ് ക്രാഫ്റ്റിന്റെ 7ാമത്തെ പാർട്ടായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെതർ പോർട്ടലിലേക്ക് ഒന്ന് പോകണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ 3 മണ്ടന്മാർക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കണം. കാരണം ഒരു ഫുൾ ടൈം വീട്ടിനുള്ളിലാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് വലിയൊരു കൂടുണ്ടാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നെതർ പോർട്ടലിൽ പോയിട്ട് എന്താ വല്ല ഫോർട്രസ്സാ അങ്ങനെ എന്തായാലും കിട്ടാൻ അവിടെ ഒക്കെ ഒന്ന് പോയി ലൂട്ട് ചെയ്യണം. പിന്നെ നമുക്ക് എൻഡർ ഡ്രാഗനൊക്കെ കൊല്ലാൻ പോകണ്ടേ. അപ്പൊ അതിന് നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകണം. അപ്പൊ നമ്മളത് വേഗം തന്നെ നമ്മൾ നെതർ പോർട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളവിടെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ ഡേർട്ടൊക്കെ നമ്മൾ ഫുൾ ലാവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതൊക്കെ ഫുള്ള് മൂടി. പിന്നെ ഇവിടെ ഒരു സെറ്റപ്പ് ഈ ഹാവച്ച ഉണ്ടാക്കി. ഇത് എന്തിനും ഉണ്ടാക്കി നിൽക്കറിയില്ല. ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് മൂടിക്കണം. എന്തോ സാധനം സ്പോണാവത്ര ഇതിന്. എന്താ സ്പോണാവും ഇതിന്റെ ഉള്ളിൽ? എന്ത് സ്ട്രൈഡറാ? സ്പോണാന്ന് വല്ല ഉറപ്പുണ്ടാ? വെറുതെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് വഴി പോണ്ട. അവിടെ മറ്റേ ഗോൾഡ് ഒക്കെ ഉണ്ട്. ഗോൾഡ് ഒക്കെ എടുത്തോട്ടാ. ഗോൾഡ് നമ്മുടെയൊക്കെ തീരില്ല. ആ പിന്നെ എക്സ്പി വേണോ? ഒരിക്കൽ ഇവിടെ വന്ന് ചത്തിക്കണേ, അതുകൊണ്ടാ പറയണേ. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ സോഡിന്റെ ഒരു എൻജോയ്മെന്റ് കണ്ടെങ്കിൽ എല്ലാ എൻജോയ്മെന്റ് കൊടുത്തു. കാരണം നമ്മൾ കഴിഞ്ഞ പാട്ടിൽ എൻജോയ്മെന്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഈ ഹാമച്ചാൻ ഇത്ര 30 എക്സ്പി ഒക്കെ ഉണ്ട്. അനക്കിപ്പോ എത്ര എക്സ്പി ഉണ്ട്? ഇഹാനക്ക് 30 എക്സ്പെർട്ട് ഉള്ള സമയത്ത് നമ്മൾ ഇത് എൻജോയ് ചെയ്താണ്. പിന്നെ നമ്മുടെ എൻജോയ്മെന്റ് ബുക്ക് ഒരു ഷാർപ്നെസ് 5ന്റെ ഒരു എൻജോയ്മെന്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ ട്രയൽ ചാമറി പോയപ്പോ. അതും വെച്ച് നമ്മൾ ഈ സാധനം ഉണ്ടാക്കി. ബെസ്റ്റ് സോഡാണെന്ന് പറയണില്ല, കാരണം ലൂട്ടിങ് 2 ആണ്. ഇതിന് ലൂട്ടിങ് 3 കൂടി ആണെങ്കിൽ മൈൻഡ് ക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും വലുതല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഡാക്കി മാറ്റാൻ പറ്റും ആ സോഡ്. നമുക്കതിൽ മേലക്കൊക്കെ ഒന്ന് പോയൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്നു. നോക്കണ്ട, ഒറ്റടിക്ക് ചത്തി, അത്രേ ഉള്ളൂ. എടാ അവിടെ എന്തൊരു ഗോൾഡിന്റെ സെറ്റപ്പ് മറ്റേ സംഭവം. ബാസ്റ്റിയൻ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ മറ്റേ സംഭവം കണ്ടുപിടിച്ച് നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ എന്തായാലും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നെതറൈറ്റ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ. നമ്മുടെ തൊട്ടടുത്തന്നെ ഒരു ബാസ്റ്റിയൻ ഇല്ലേ. ഫോക്കസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി ഇറങ്ങാൻ പോവാണ് എന്തായാലും. എടാ ഒന്ന് താഴെക്കൊണ്ട് അവിടെ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങുക? ഒരു കാര്യം ചെയ്യാം. ഏതാണ് പിക്കാക്സിനും എൻജോയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മള് പിക്കാക്സ് ഇജനാണ് എൻജോയ്മെന്റ് ചെയ്തെന്ന്. ഒരു മിനിറ്റ്, ഞാനേ നൈസായിട്ട് ഒന്ന് ഇറങ്ങട്ടെ. അതാ ആ ഗോൾഡൊക്കെ അടിക്ക് പോയി. അവിടെ ഗോൾഡിന്റെ ഒരു സാധനം നമ്മൾ എടുത്തില്ല, അതാണ് വേറൊരു സീന്. വിഷയാണ്. ഇവരെല്ലാരും കൂടി ഉണ്ട് വന്ന് അടിക്കും, അതാണ് പ്രശ്നം. ഇല്ല. ഇന്ത്യക്ക് ഉണ്ട്. നമുക്ക് ഈ ഗോൾഡ് ബ്ലോക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാൻ നൈസായിട്ട്. ഇവിടെ ഗോൾഡ് നമ്മുടെ എന്തായാലും ഇല്ലാത്ത സാധനം. ഒരു മിനിറ്റ്, നമുക്ക് ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സാധനത്തിന്റെ മേലൊക്കെ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട് സേഫ് ആയിട്ട്. ഒരു പ്രശ്നമില്ല. പൊട്ടിക്ക് ഗോൾഡ് ബ്ലോക്ക് പൊട്ടിക്കാം. സ്വർണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും. എന്തേ അതിന്റെ ഉള്ളിൽ കൂടെ ചാവല്ലട്ടാ. ഇന്ത്യക്ക് കുറച്ച് കിട്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പറിക്കട്ടെ. മറ്റേ ചെങ്ങായിമാരി വന്ന് നമ്മുടെ മെക്കിട്ട് കയറണോ നമ്മുടെ ഓരോ ഗോൾഡൊക്കെ കട്ടെടുക്കണതാ. എവിടെതാ അവിടെ കണ്ട് ഒരു കണ്ട് ഗോൾഡിന്റെ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ. ഓരോ കയ്യിലെങ്ങാനും നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തീർത്തണ്ട് വിടുവര്. വാ ഇങ്ങനെ പോവാ. അല്ലാ, ഒരു വട്ടൊന്ന് കാല് തെറ്റിയാൽ മതി, അടിക്ക് പോയി. ഒരു മിനിറ്റ്, നമുക്കൊരു പ്ലാൻ വേണം. മറ്റേ എൻജോയ്മെന്റ് ഗോൾഡൻ ആപ്പിൾ എന്തെങ്കിലും എടുത്താൽ മതി. നിശ്ചേ മണ്ടത്തരം കാട്ടി. അയ്യോ ഞാൻ ചവിട്ടാ. ഞാൻ ചത്തി. എടാ എന്റെ കാട്ടിൽ മാറി. എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒക്കെ വെക്കണ? എന്ത് മണ്ടത്തരം കാട്ടി കൂട്ടുന്നു. അടിച്ചു ചത്താ. അതാ ഞാനും ചത്തി. ഓക്കെ, ഈ ഹാമച്ചാനും സക്സസ്ഫുള്ളി ചത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, ടൂൾസ് ഒക്കെ കുറച്ച് പുതിയ എടുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ തിരിച്ചെങ്ങനെയും നമുക്ക് എടുക്കണം.
അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എടാ മോനെ, ആ സോഡ് ഉണ്ട് പോയി. നമുക്ക് പുതിയൊരു സോഡ് എൻജോയ്മെന്റ് ചെയ്യണമെങ്കിൽ എക്സ്പി വേണോ? എന്റെ എക്സ്പി ഉണ്ടാ? XP ഒക്കെ പോയി. 25 പോയി. ആ പറഞ്ഞ മതി ചത്തില്ലേ. നമുക്കൊരു ഫുൾ ആർമർ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പ്ലാൻ ഇല്ല. എൻജോയ്മെന്റ് ഗോൾഡൻ ആപ്പിൾ ഒക്കെ ഇനി എടുത്തിട്ട് പോയാൽ മതി. നോക്കൊരു ആപ്പിൾ കഴിച്ചിക്കണ്. ഇവരൊക്കെ തട്ടി എങ്ങനെയും കളയണടാ. ഇവിടെ ഉള്ളവന്മാരൊക്കെ നമുക്ക് തീർക്കാൻ നൈസായിട്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് എന്തെങ്കിലും ഒന്നും റെഡി ആവൂല. ഷീൽഡ് കണക്ക്. ആ ഷീൽഡ് ഇട്ട് ഇവരൊക്കെ ആക്സുള്ള കാരണം അത് വേറൊരു സീന്. അതല്ല വായോ വായോ വായോ. നമ്മുടെ ലൂട്ടല്ലേ? ആ നമ്മുടെ ലൂട്ട് അവിടെ കിടക്കുന്നുണ്ട് കുറച്ച്. വാ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണ ഞാൻ നൈസായിട്ട്. ഇവരൊക്കെ തട്ടിടണ്ടേ? അടിന്റെ ഡയമണ്ട്. വാ 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 അടിച്ചടിച്ചോ. കൊല്ല് കൊല്ല്. ഇതിനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുണ്ട്. ആ ഓക്കെ കൊന്ന് കൊന്ന്. നമ്മുടെ ഗോൾഡിന്റെ എടാ എന്റെ ആക്സ്. ഓക്കെ മറ്റേ ബ്രൂട്ടിനെ കൊന്ന്. കൊല്ലു കൊല്ലു. നമ്മുടെ സാധനം അത്ര ഉള്ളൂ. എല്ലാം കിട്ടി എല്ലാം കിട്ടി. ഒരു മിനിറ്റ്. ഡയമണ്ടിന്റെ കുറച്ച് സാധനങ്ങൾ. അയ്യോ ഒരു മിനിറ്റ്. ഓനെ അടിച്ചതിന്റെ അടി കിട്ടി ഞാന്. എടാ ഫുഡ് ഫുഡ് ഫുഡ്. ഒരു മിനിറ്റ്. ഗോൾഡ് അതാ. അങ്ങോട്ട് ഫുഡ്. ഓക്കെ ഞാൻ കൊന്നു കൊന്നു. ഒരു മിനിറ്റ്. ഞാൻ ഗോൾഡൻ ആപ്പിൾ ആയിക്കട്ടെ. അവിടെ വേണ്ടി വരാൻ നോക്ക്. മെയ്സ് എടുത്തിക്കണ ജി. ഒരു മിനിറ്റ്. മെയ്സ് ഒരു കാര്യം നമുക്ക് മെയ്സ് ഉപയോഗിക്കുന്നാല് മേലന്ന് ചാടി അടിക്കാം. ഹെൽമെറ്റ് നോക്കട്ടെ. ഹെൽമെറ്റ് ഉണ്ട് ഇന്ത്യക്ക്. ഇന്ത്യക്ക് ഹെൽമെറ്റ് ഇല്ല. അവിടെ ഞാൻ ഡയമണ്ട് അവിടെ എടുത്തൊക്കാൻ മറന്ന്. 19 എണ്ണം ഇന്ത്യക്ക് ഉണ്ട്. എടാ റിസ്കോട് റിസ്ക് അല്ല. മേലക്ക് കയറിച്ച് മേലെ സാധനം ഉണ്ടാവുക. അങ്ങനെ ഗോൾഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ആടാ നമ്മുടെ ഗോൾഡ് ബ്ലോക്ക് നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇന്ത്യക്ക് 20 ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് 20 ഉണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഒരു 13 ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അവിടെ ചത്തപ്പോ അറിയണ്ട. എത്ര കിട്ടീര് പറഞ്ഞോ മോനെ. നമുക്ക് ഫുൾ ടൂൾസ് നെതറേറ്റിന്റെ ആക്കാൻ പറ്റുമോ? ഈ വൃത്തിട്ടന്മാരൊക്കെ ഉണ്ട്. നമുക്കിനി ആ ബിൽഡിങ്ങൊക്കെ കയറണ്ട്. അനക്ക് ഈ സോഡ് ഒരു മിനിറ്റ്. ഇന്ത്യക്ക് കുറച്ചധികം സാധനങ്ങളുണ്ട്. ചാവല്ലേ. ആപ്പിളിന്ന് ഹെൽമെറ്റ് ഇന്ത്യക്ക് ഉണ്ടോ? ആ ഇതാ ഹെൽമെറ്റ്. ഇതാ ഹെൽമെറ്റ്. ബാ 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 മേലേക്ക് പോവാ. വലിയ ചെസ്റ്റ് ലാർജ് ചെസ്റ്റ്. അവിടെ ക്രൈങ് ഒബ്സിഡിയനും കുറെ സാധനങ്ങളുണ്ട്. ഒരു എൻജോയ്മെന്റ് ബുക്ക് ഉണ്ടല്ലോ. സോൾ സ്പീഡ് 3 ഇതെടുക്ക. പിന്നെ നെതറൈറ്റ് സ്ക്രാപ്പ് കിട്ടി. അതെടുക്ക. ഒരു മിനിറ്റ്. പിന്നെ വില്ല് കിട്ടി. കുറെ വില്ല് എടുത്തിട്ടുണ്ട്. അവിടെ 64 സ്റ്റീക്കാ. എടുക്ക. എങ്ങനെ കിട്ടി? ഇവിടെ ഇതൊന്നും തരൂലല്ലോ. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കണേ. എന്തായാലും ഞാൻ ഗോൾഡൻ ക്യാരറ്റ് മാത്രമേ കഴിക്കലുള്ളൂ. ഞാൻ സ്റ്റീക്ക് കഴിക്കില്ല. എടാ സ്റ്റീക്കൊക്കെ എങ്ങനെ കിട്ടി? ഇതൊക്കെ എങ്ങനെ കിട്ടാന്നൊക്കെ അറിയില്ല. വെറുതെ കുറെ നെതറൈറ്റും കിട്ടി. നമ്മളൊരു ചീറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയൂല. ഒരു മിനിറ്റ്. എടാ സ്കെലറ്റിനെ വേണമെങ്കിൽ ഓന്റെ ആയുധം കോനെ തീർക്കും. ഒരു മിനിറ്റ്. ഞാൻ വരാം. അടിച്ച് പറപ്പിച്ച്. ഇതൊക്കെ എവിടുന്നൊക്കെയാണ് ഇവര് അടിക്കണേ? അതാ മോനെ. അടി ഇങ്ങനെ അടിക്കല്ലേ. മേലുള്ളവൻ അമ്പേ. ഒരു ഇന്ത്യക്ക് അമ്പുണ്ടാ? അടി ഇന്ത്യക്ക് അമ്പ് ഇല്ലാത്തോണ്ടാണ്. നമുക്കിനി റിസ്ക് എടുക്കണോ അതോ ചെസ്റ്റിൽ എടുത്ത് വെക്കണോ? അടുത്ത സാധനങ്ങളിൽ നമ്മുടെയൊക്കെ ഉള്ള ആ ചെസ്റ്റിലെ നെതറേറ്റും കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഇത് എടുത്തേക്ക് പറയുന്നേക്ക്. കാരണം നമ്മൾ എങ്ങാനും ചത്തു പോവുകയാണെങ്കിലേ പ്രശ്നമാണ്. ഇവിടെ ഒന്നും പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. അതെ ചെസ്റ്റ്. ഇവിടെ കണ്ട ഗോൾഡിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. വേണമെങ്കിൽ എടുത്തോ. പിന്നെ ഒരു നെതറൈറ്റ് സ്ക്രാപ്പ് കിട്ടി. പിന്നെ ഇതിപ്പോ ഒന്നും ആവശ്യമുള്ള ആയിട്ടില്ല. ഒരു മിനിറ്റ്. ഞാൻ പൊട്ടിക്കാം. അതാ അവിടെ ഞാനും വീണ്. മിനിറ്റ്. ഫയർ റെസിസ്റ്റൻസിന് എത്ര സമയം ഉണ്ട് നോക്കട്ടെ. 3 മിനിറ്റ് നോക്കാം. കുഴപ്പമില്ല. ഇവരൊക്കെ ഒന്ന് കൊല്ലി. ഒരു മിനിറ്റ്. കിട്ടി
ഇക്ക് കയറാൻ പറ്റുന്നു. ആ ഓക്കെ കയറി. ആ സാധനം കഴിച്ച എത്ര നന്നായില്ലേ. അല്ലേ എപ്പം മയ്യത്തായി എന്ന് ചോദിച്ചാൽ മതി. നമുക്കൊരു നെതറൈറ്റ് സ്ക്രാപ്പ് കൂടി ഇട്ടാൽ നമുക്കൊരു നെതറൈറ്റ് ഇങ്കട്ട് കൂടി ഉണ്ടാക്കാം. ഓക്കെ ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിൽ ലൂട്ട് ചെയ്ത് തോന്നുന്നു. നെതറൈറ്റ് നമുക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ഇപ്പൊ മനസ്സിലാവത്ത്. ഇവിടെ കുറെ XP എടുക്കാനുള്ള സംഭവം കോഡ്സ് ഉണ്ട്. ഒക്കെ എടുക്കട്ടെ ഞാൻ. ഇതാ മറ്റേ വലിയ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തിയിട്ടാ ഞാൻ. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി. ഇതിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് നമുക്ക് പോവാം. തിരിച്ചു പോകുമ്പോ നെതറൈറ്റ് എടുക്കാൻ മറക്കല്ലേട്ടാ. ഓക്കെ ഓക്കെ ബാ. ഹലോ XP കിട്ടൂലേ? ആ XP. ഇവിടെ എന്താ? ഇവിടെ ഒന്നും കാര്യമായിട്ടില്ല. ഓക്കെ 5 minutes later. ഓക്കെ ഇതിന്റെ ഏറ്റവും ടോപ്പ്. അയ്യോ ഇവിടെ ചെസ്റ്റ് ഉണ്ട് കേട്ടാ. ചെസ്റ്റ് കൊണ്ട് ചെങ്ങായി. ഓക്കെ പിന്നെ ഒന്നും കാട്ടൂല തോന്നുന്നുണ്ട്. പക്ഷേ കാര്യം നൈസായിട്ട് പിന്നെ തട്ടിട്ടുള്ളൂ ഞാൻ. ആണോ ഇതിൻ്റെ ഉള്ളിൽ നല്ല എൻജോയ്മെന്റ് ഉള്ള എഫിഷ്യൻസി ഏതാ സോൾ സ്പീഡ് 2 ഉള്ള സാധനം കിട്ടി. അതിന് അടുക്കേണ്ട നൈസായിട്ട് അവിടെ ഇത് മാറ്റാം. ഈ ഡിസ്കൊക്കെ എടുത്തോ. ഡിസ്കും നമ്മൾ അടിയിലൊക്കെ അത്യാവശ്യം പോയിട്ടില്ലേ? ഇത് അത്യാവശ്യം വലിയ ഇതാണല്ലേ? ബാസ്റ്റേൺ ആണല്ലേ? നൈസ്. ബാല പോവാ നമുക്ക്. മതി. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ലൂട്ട് കിട്ടിക്കണ്. ഇങ്ങോട്ട് വന്ന് ഇതാണ് മറ്റേ മെയിൻ സെന്റർ. ഇവിടെ നിർത്തിയില്ലേ? നെതറൈറ്റ് എടുത്തു. 20 സെറ്റ് അല്ലേ? ആ ഗോൾഡ് ബ്ലോക്ക്. ഒരു മിനിറ്റ് ഞാനൊന്നും ഇവിടുന്ന് ഗോൾഡ് ബ്ലോക്കിന് എടുക്കണ്ട. മതി എടുത്തോന്നാല്. വാട പോവാ. എന്തേ വൃത്തട്ടന്മാരുണ്ടല്ലോ. ഞാന് ഇക്കറിയില്ല. വായ ഇവിടുത്തെ എങ്ങനെ ഇപ്പൊ രക്ഷപ്പെടി. സ്കെലറ്റ് ഉള്ളിടത്തോളം കാലം നമുക്ക് അവിടെ മേലെ കൂടെ എന്തായാലും പോകാൻ പറ്റൂല. അവിടെ എങ്ങനെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാ? നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. പക്ഷെ അവിടെ ഗാസ്റ്റും ഉണ്ട്. ഈ വൃത്തിട്ടന്മാരെ അമ്പേനെ കൂടിക്കാരനെ ഞാൻ ഒരു വട്ടം ലാവേക്ക് വീഴേണ്ടിയിരുന്നു. ജസ്റ്റ് മിസ്. അന്റെക്ക് നീ ഗോൾഡൻ ആപ്പിൾ എടുക്കണ്ട. ആ ഒന്ന് തരുമോ? ഒന്ന്. ഓക്കെ അപ്പൊ നമ്മൾ ഏറ്റവും മേലേക്ക് എത്തിയിട്ടുണ്ട്. അതാ നമ്മുടെ വഴിയല്ലത്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കയറാം. സ്റ്റെപ്പ് മാതിരി ഉണ്ടാക്കേ. ഇവിടുന്ന് ഡയറക്റ്റ് മേലേക്ക് പോവാ. നെതറൈറ്റ് ഒക്കെ സെറ്റ് അല്ലേ? ഇജ്ജെടുത്തല്ലേ പറഞ്ഞേ? വാ കയറി. എന്റെയിലാണ് മാക്സിമം മെയിൻ ലൂട്ടുകളൊക്കെ ഉള്ളത് കേട്ടാ. ഓക്കെ സക്സസ്ഫുള്ളി നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. പതുക്കെ പോകണുള്ളൂ നമ്മൾ. കാരണം ഒന്ന് കാല് തെറ്റിയാൽ മതി അടിക്ക് പോവാന്. നമ്മുടെ നെതർ പോർട്ടലിന്റെ അടുത്തേക്ക് നമ്മൾ എത്തി. അല്ല ഇവിടെ ലാവണില്ല. എന്റെ മോനെ ഈ ഓട്ടേക്കോട്ടൊക്കെ വീണ മോറണ്ട് മാറി. ഇത്ര കഷ്ടപ്പെട്ട് വന്ന് പോയി. കേറിക്കോ. ഞാൻ വേഗം വാടാ. നാട് ഇവിടെ നമുക്ക് ഇവിടുന്ന്. എന്റെ അമ്മോ നമ്മളെത്ര വട്ടം ചത്തിനാ. നമ്മുടെ ഒരു കിടില സോഡും പോയി. രണ്ടാൾക്കാരേക്കലും നല്ല എൻജോയ്മെന്റ് ഉള്ള സോഡ് ഉണ്ടായിരുന്നു. പോയി മോനെ. സോഡ് സെറ്റ് കണ്ടാ? ഏതാ സാധനവും നെതറൈറ്റ് എടുത്ത് തിളക്കം കണ്ടാ? നമുക്കൊരു ആർമർ സെറ്റ് ആക്കണം. ആർമറൊക്കെ നമുക്ക് എന്തെങ്കിലും അടുത്ത പാർട്ടി സെറ്റ് ആക്കാൻ നമുക്ക് അതിന് കളർ കൊടുക്കുന്ന സാധനം കിട്ടിയിരുന്നു കേട്ടാ. അതൊക്കെ നമുക്ക് ഫുൾ സെറ്റ് ആക്കാം. അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിയിലാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. നമുക്ക് ഫുൾ എൻജോയ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ XP വേണം. പിന്നെ നമ്മൾ അടുത്ത പാർട്ടി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇപ്പൊ തന്നെ ഐഡിയ കിട്ടിയിരിക്കുന്നത്. കാരണം അടുത്ത പാർട്ടി നമുക്ക് എന്താണ് കുറെ XP കളക്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഏറ്റവും പവർഫുൾ ആയിട്ടൊരു സെറ്റ് ഓഫ് ടൂൾസും ആർമറും നമുക്ക് എൻജോയ്മെന്റ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത പാർട്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ വന്ന എല്ലാ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ കാണേണ്ടി വരും. ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് മനസ്സിലാവണമെങ്കിൽ മുന്നുള്ള വീഡിയോ ഒക്കെ എന്തായാലും പോയി കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ട് ഇപ്പം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ കാണാൻ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ
ലൈക്ക് അടിക്കാനും മറക്കരുത്. സോ അടുത്തൊരു കാണാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.